City Gold, Gold and Diamonds, Kerala and Karnataka. تنحى يا حزن وجرف آدم توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شاء يا حزن وجرف آدم توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح تنحى يا حزن وجرف آدم توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح ഇവിടത്തേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള സാന്ദ്ര ടീമിന്റെ കൂടെയാണ് ഞാൻ. ഇത് നാളെയും ഈ സേവനം തുടരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മറ്റൊരു ദിവസം പരിപാടിയിൽ സ്ഥലം നൽകുകയും ചെയ്തു. 5 വർഷം തികയാണ്. 5 വർഷത്തിലൊരിക്കൽ എല്ലാവരെയും കുറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സൈദിയന്റെ വാർഷികം നടത്താം എന്ന് സൈദിയ കേന്ദ്ര എക്സിക്യൂട്ടീവ് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ആ സമ്മേളനം ഇപ്പോഴും ആ വീട്ടിൽ ബഹുമാനപ്പെട്ട ഒരു അഡ്രസ് ഉണ്ടാക്കാനോ ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് അത് പിന്നീട് വരുന്നവർക്ക് പറയാനുള്ള ആ ഒരു അവസ്ഥ അത് ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ജീവിക്കാനും മരിക്കാനും ഈ വീട് മതി. ഒരാളോട് ഒന്നും ഒരുപാട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ തന്നെ ജീവിച്ചു, അതിൽ തന്നെ ഞാൻ മരിക്കും, എനിക്ക് വേറെ ആവശ്യമില്ല എന്ന് മഹാനായ അങ്ങനെ വഫാത്തിന്റെ കുറച്ചു മുമ്പ് ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് സുഖമില്ലാതെ യാത്ര പോയതും ആ പയർ വീട്ടിൽ നിന്ന് തന്നെ. അവർക്ക് ആർക്കും തന്നെ ഒരു കുറവും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ എന്തെങ്കിലും അഡ്രസ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ഈ സകല മുസ്ലിംസും വരുന്നത്. അഡ്രസ് നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ വെറുതെ അനാവശ്യമായി എവിടേക്കെങ്കിലും വണ്ടിയെടുത്ത് മക്കളെയും കൊണ്ട് പോകുന്ന, സ്കൂളിന് ലീവ് കിട്ടുമ്പോൾ, മഴയാണെങ്കിൽ ലീവ് കിട്ടുമ്പോൾ അന്ന് വിരുന്ന് പോകാമെന്ന് പറയുന്ന ആ ഒരു ചുറ്റുപാടിൽ നടക്കുന്ന ഒരു ഉണ്ടാവരുത്. നമ്മൾ വളരെ നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മുടെ സമൂഹത്തെ, നമ്മുടെ നാട്ടിലുള്ളവരെ, ഈ രാജ്യത്തിലുള്ളവരെ, നമ്മുടെ മുസ്ലിം സമൂഹത്തിന്, ലോകത്തിലുള്ള എല്ലാവരെയും എല്ലാ ആപത്ത് മുസീബത്തിൽ തൊട്ടും അല്ലാഹു തആല കാവൽ നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ എന്ത് ചെയ്തു എന്ന്? നമ്മൾ എന്ത് ചെയ്തു എന്ന് നാം പറയും. നമ്മൾ വളരെ ഉഷാറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ സർക്കുലർ അനുസരിച്ച് പ്രവർത്തനം നടക്കുന്നുണ്ട്, ഓരോ സംഘടനയും നന്നായിട്ട്
ഞാൻ ഓർക്കുന്നു ഒരു സങ്കടപരമായിട്ട് ഉള്ള ഒരു കാര്യം, അത് കാര്യത്തിൽ നമ്മളെ ക്ഷണിച്ചത് ഇത് നമ്മുടെ നേരിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുൻകൈയെടുത്ത് ആ ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായതാണ് ജാമിയ സഅദിയ്യ അവിഭക്ത കണ്ണൂർ ജില്ലാ ഘടകം. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലാ ഘടകങ്ങളാണ്. ജംഇയ്യത്തുൽ ഉലമ മാത്രമല്ല ഘടകങ്ങളായ എല്ലാ സംഘടനകളുടെയും ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന്റെ ജനറൽ ബോഡി അംഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഈ സ്ഥാപനത്തിന്റെ പരിപാടി വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വിജയി അതുപോലെ താനിശ്ശേരിയ സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങൾ അങ്ങനെ വന്ന് തൃക്കരിപ്പൂരിൽ സി കുഞ്ഞാമത് ഉസ്താദ് അടക്കമുള്ള എല്ലാ മഹാമനീഷികളും നമ്മോട് വിട പറഞ്ഞു പോയ ആ മഹത്വപ്പെട്ട ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. മുത്തുനബിയുടെ കാലം മുതൽ കേരളത്തിലേക്ക് വ്യാവസായിക ആവശ്യത്തിന് പായക്കപ്പലിൽ വന്നിരുന്ന അറബികളുമായി അദ്ദേഹം സംസാരിച്ചു. ജൂതന്മാരായ കച്ചവടക്കാർ അതിന്റെ യഥാർത്ഥ സംഭവം പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ചപ്പോൾ മുത്തുനബിയുടെ സ്വഹാബികളായ മഹാന്മാരായ കച്ചവടക്കാരോട് ചേരമാൻ പെരുമാൾ വിഷയം അവതരിപ്പിച്ചു അന്വേഷിച്ചപ്പോഴാണ് അത് മുത്തുനബിയുടെ മുഅ്ജിസത്ത് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുകയും എങ്കിൽ ആ തിരുനബിയെ ദർശിക്കണം, നേരിട്ട് കാണണം എന്ന് മനസ്സിലാക്കി കച്ചവട സാധനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവായ താജുദ്ദീൻ എന്നവരുടെ കൂടെ യമനിൽ നിന്ന് വന്ന രാജാവായ മാലിക് ഇബ്നു ദീനാർ തങ്ങളെയും കൂടി സംഘം ചേർത്ത് നമ്മുടെ നാട്ടിലേക്ക് ദീനി ദഅവത്തിന് വേണ്ടി പറഞ്ഞു. തിരിച്ചു വന്നു. താജുദ്ദീൻ എന്ന പേര് മുത്തുനബിയിൽ നിന്ന് സ്വീകരിച്ചു മുസ്ലിമാക്കി തിരിച്ചു വന്ന ചേരമാൻ പെരുമാൾ സഹോദരിയുടെ മകനും മലബാറിലേക്ക് തിരിച്ചെത്തി. ദീനി ദഅവത്തിന്റെ ഉറവിടം എന്ന നിലയിൽ പല ഗ്രാമങ്ങളിലും അവർ സറാബികൾ നിർമ്മിച്ചു. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും മക്കത്തുൽ മുക്കറമയിലേക്ക് എത്തിയപ്പോഴാണ് ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് ഗോളശാസ്ത്ര വിദഗ്ധനായ മുത്തുനബിയുടെ ഇജാബത്ത് കൂടി ആയപ്പോഴാണ് GCCയിൽ എവിടെയും കാണാത്ത നിലയിലുള്ള കേരളീയ നാളികേര വൃക്ഷങ്ങൾ ഒമാനിൽ കണ്ടെത്താനുള്ള കാരണം. മാതൃഭൂമിയുടെ ഇയർ ബുക്ക് വായിച്ചാൽ ഈ കാര്യം ബോധ്യപ്പെടും. തിരിച്ചു നാട്ടിലേക്ക് വന്ന പെങ്ങളുടെ മകനും മാലിക് ഇബ്നു ദീനാർ തങ്ങളും നേരത്തെ രാജാവായ താജുദ്ദീൻ മഹാനവറുകൾ ഇവിടെ സ്ഥാപിച്ച സറാബികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും അന്നിവിടെ ഉണ്ടായിരുന്ന അമുസ്ലിമീങ്ങളുടെ ഇടയിൽ മുത്തുനബിയുടെ മാതൃകാ ജീവിതം അവരുടെ ജീവിത ദർശനം കൊണ്ട് ബോധ്യപ്പെടുത്തുവാൻ സ്വഹാബാക്കളാവിന് സാധിച്ചു. കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ അവിടുന്നാണ് തുടർന്നത്. അനുസരിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങളുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ അർഹരായ ആളുകളാണ്. തീരദേശവാസികളായ കടൽ തൊഴിലാളികളെ അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് പരിപാടിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. എല്ലാ തരത്തിലുള്ള സമ്പൂർണ്ണമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് 4 മണിക്ക് നമ്മൾ നിർത്തണം എന്ന് ഉദ്ദേശിച്ചതാണ്. അതുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുകയാണ്. അതോടൊപ്പം പേരും സർപ്രൈസ് ഐഡിയയുടെ ഒരു യാത്രയാണ് ചേർന്ന് നിൽക്കുന്ന പേരാണ്. പിന്നെ ജില്ലാതല സംഗമങ്ങൾ സെപ്റ്റംബർ 1 മുതൽ 30 വരെ നടക്കും. അത് കാസർഗോഡ് ജില്ല ഒഴികെയുള്ള ജില്ലകളെയാണ് ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ വിവിധങ്ങളായ പ്രചാരകരും പ്രവർത്തകരും സഹായികളും സഹകാരികളും ആകേണ്ടത്. നമുക്കറിയാം, മഹാനായ താജുലുലമയും നൂറുലുലമയും കംസുലുലമയും അടക്കമുള്ള പുരുഷായുസ് മുഴുവനും വിശുദ്ധമായ ഇസ്ലാമിനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനും സമൂഹത്തിന്റെ സർവ്വവിധത്തിലുള്ള ഉന്നമനത്തിനും ഉയർച്ചക്കും വളർച്ചയ്ക്കും വേണ്ടി പരിശ്രമിച്ച നേതൃത്വ രംഗത്തുള്ള ആളുകളാണ് ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ജാമിയ സഅദിയ്യ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സമ്മേളനം നടക്കുമ്പോൾ
ജില്ലയിലെ നിർത്താനായി എന്നതാണ് സദസ്സ് ചോദിക്കുന്നത്. ഏതായാലും 1998 നടന്ന ഒരു സമ്മേളനത്തിലേക്കാണ് ഞാൻ ആദ്യമായി സാരിയിലേക്ക് വരുന്നത്. വളരെ ചെറുപ്പം അവര് വളർത്തിയ മഹത്തായ സ്ഥാപനം ആ തണലുകൾ നമ്മിൽ നിന്ന് നീങ്ങി അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരെ മഹത്തായ സ്ഥാപനത്തിനെ ഏൽപ്പിച്ചത് നമ്മുടെ കൈകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നട്ട് 25 വർഷങ്ങൾക്ക് കേരളത്തിലെ സ്ഥാപനങ്ങളിലെ മാതൃസ്ഥാപനങ്ങളുടെ സാരിയുടെ സമൂഹത്തിൽ ഒരാൾപ്പെടുത്തിയാണ് ഉത്തരവാദിത്വം കൂടിയാണ്. സാരിയെ ഒരു പ്രചാരണ اللهم صل على محمد اللهم صل في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجهه متيم صل على محمد يا رب صل عليه وآله شوق المحبين محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله محمد يا رب صل عليه وآله صلوا على الهادي المجاهد سرقا لمن عاده محايد صلوا عليه من شعب صامد يا رب صل عليه وآله محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله حبيبي يا حسنة النسل نبي حبيبي يا عسر ملا مالر نبي حبيبي يا حسنة النسل نبي حبيبي يا أسود مهيل أبيض مدما ഉദിച്ചുള്ള മധുരമിത അഷ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈത അസർമുല്ല മലർ നബി ഹബീബിയാ ഹസനത്തിൻ നസ്ൽ നബി ഹബീബിയാ
നസ്ൽ നബി നബി ഹബീബിയ അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയ അസ്വദ് മഹിയിൽ അബിയദ് മദമാ ഉദിച്ചുള്ള മധുരമിത അശ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈത അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയ അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയ അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയ അസ്വദ് മഹിയിൽ അബിയദ് മദമാ ഉദിച്ചുള്ള മധുരമിത അശ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈത അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയ ദാവിയ സൈദിയ ആദവന്റെ അമ്പിയര അകമലരോ അമ്പിളിയ ആദവന്റെ അമ്പിയര അകമലരോ അമ്പിളിയ അമ്പിളിപ്പൂവേ നബിയ അമ്പര ചിന്തും നിധിയ അമ്പിളിപ്പൂവേ നബിയ അമ്പര ചിന്തും നിധിയ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയ റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി തികവൻ നബി നിലവാ തികവുറ്റൊരു മതിയാ തികവൻ നബി നിലവാ തികവുറ്റൊരു മതിയാ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയ ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിന്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നു. സ്കൂളുകളിൽ മാത്രമല്ല യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റ് ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി സംഭവിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. City Gold, Gold and Diamonds, Kerala and Karnataka.
നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റ് ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.
പടച്ചവരെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തുതാ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയി അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവരെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തുതാ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയി അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ